ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. മുണ്ടക്കയം കരിനിലം കുഴിപ്പറമ്പിൽ 49 വയസ്സുള്ള പ്രദീപാണ് ഭാര്യയെയും ഭാര്യാമാതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. ഭാര്യ ചേരിത്തോട്ടത്തിൽ 33 വയസ്സുള്ള സൗമ്യ, ഭാര്യാമാതാവ് 64 വയസ്സുള്ള ബീന നന്ദൻ എന്നിവർക്ക് പ്രദീപിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ 11:45 നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. മുണ്ടക്കയം പുഞ്ചവയലിന് സമീപം സൗമ്യയും മാതാവും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയ പ്രദീപ് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഓടി മറയുകയായിരുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇതിൽ സൗമ്യയുടെ നില ഗുരുതരമാണ്. പിന്നീട് നടത്തിയ തെരച്ചിലിൽ പുഞ്ചവയൽ മൂന്നോലിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പ്രദീപിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിശാഖപട്ടണം വിജയവാഡയിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് പ്രദീപ്. വർഷങ്ങളായി കുടുംബസമേതം ഇവിടെയാണ് ഇവർ താമസിച്ചിരുന്നത്. 1 വർഷം മുമ്പ് കുടുംബ പ്രശ്നത്തെ തുടർന്ന് സൗമ്യ അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങി. ഈ സമയം മക്കളായ പൂജ, പുണ്യ എന്നിവർ പ്രദീപിനോട് ഒപ്പം വിശാഖപട്ടണത്തായിരുന്നു താമസിച്ചിരുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പ് വിശാഖപട്ടണത്തെത്തി ഇളയ മകളെയും കൂട്ടി സൗമ്യ നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് പുഞ്ചവയലിന് സമീപം മാതാവിനോടൊപ്പം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസമടക്കം അവിടെ ആയതിനാൽ തിരികെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് പ്രദീപ് ഓണം അവധിക്ക് നാട്ടിൽ എത്തിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് തർക്കം ഉണ്ടാകുകയും മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇളയ കുട്ടിക്ക് മാതാവിനോട് ഒപ്പം പോയാൽ മതിയെന്ന് പറഞ്ഞതാണ് പ്രകോപനത്തിന് ഇടയാക്കിയതെന്നും പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.